പെരിയാറിലേക്ക് മലിനജലം ഒഴുക്കിയ കമ്പനിക്ക് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകി. പഴകിയ ഓയിൽ സംസ്കരിക്കുന്ന കമ്പനിയിൽ നിന്നുള്ള മലിനജലം പെരിയാറിലേക്ക് ഒഴുക്കിയത് ഇന്ന് പുലർച്ചെ പരിസ്ഥിതി പ്രവർത്തകർ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. സംഭവത്തിൽ എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകി. അടച്ചുപൂട്ടാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:45 പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന് സമീപം പുഴയിൽ പരിസ്ഥിതി പ്രവർത്തകർ നിരീക്ഷണം നടത്തി വരവെയാണ് ബ്രിഡ്ജിന് പുറത്ത് പുഴയിലേക്ക് കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ PCB ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. മലിനജലം ഒഴുകുന്നതിൻ്റെ ഉറവിടം തേടിയെത്തുമ്പോൾ ഈ കമ്പനിയിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തുകയായിരുന്നെന്ന് ഏലൂർ PCB എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ MA ഷിജു പറഞ്ഞു. വ്യവസായ മേഖലയിലെ മഴവെള്ളം ഒഴുകിപ്പോകാൻ സ്ഥാപിച്ചിട്ടുള്ള കാനയിലൂടെയാണ് കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തിയത്. നിയമപ്രകാരം കമ്പനിക്കകത്തു നിന്നും ജലം പുറത്തുവിടുന്നതിന് അനുമതി ഇല്ലാത്തതാണെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ കമ്പനിയിൽ നിന്നും 2 കുഴലുകളാണ് പൊതുകാനയിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്ന് താഴ്ഭാഗത്തായും മറ്റൊന്ന് അതിന് മേലെയുമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മഴയില്ലാത്ത സമയത്തും ശക്തമായ മഴയിലും കാനയിലൂടെ കറുത്ത ജലമാണ് ഒഴുകി വരുന്നത് കാണാനായതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം പെരിയാറിൽ നടന്ന മത്സ്യക്കുരുതിക്ക് ശേഷം പരിസ്ഥിതി പ്രവർത്തകർ പെരിയാറിൽ നിരീക്ഷണം ശക്തമായിരിക്കെയാണ് ഈ സംഭവമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, ഏലൂർ.